وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا. صدق الله العظيم. وقال النبي صلى الله عليه وسلم: يظلهم الله في ظله يوم لا ظل إلا ظله وشابا نشأ في عبادة الله كما قال شفيعنا رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് തഖ്വയുള്ളവരായി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം മാറ്റി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർ, വീടുകളിൽ രോഗികളായി കഴിയുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്തുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു കാലഘട്ടത്തിലാണ്. സോഷ്യൽ മീഡിയകളും AI പോലുള്ള സോഷ്യൽ മീഡിയയിലെ നമ്മുടെ യുവാക്കളും നമ്മുടെ സഹോദരങ്ങളും ചാലുവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഓരോ സംവിധാനങ്ങളും നമ്മുടെ ബുദ്ധിയുടെ വളർച്ചയെ വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്നോ ആ ഉപയോഗിക്കുന്നതിലൂടെ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ, എന്തെല്ലാം ദോഷങ്ങളുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിന് പകരം സോഷ്യൽ മീഡിയ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേദനാജനകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുകൊണ്ടിരിക്കുന്നത്. ഭൗതികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ശാസ്ത്രീയമായ വളർച്ചകൾ വരുന്തോറും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാനും നിങ്ങളും എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നാം നേടിയെടുത്ത അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അഹങ്കരിച്ചു നടക്കുന്നു. ശരീരത്തിന്റെ സൗന്ദര്യമാണെങ്കിലും, സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ വലിപ്പമാണെങ്കിലും, താമസിക്കുന്ന കെട്ടിടത്തിന്റെ വലിപ്പമാണെങ്കിലും നോക്കി അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കണം. എന്റെയും നിങ്ങളുടെയും തുടക്കം എവിടെ മുതലാണ് എന്ന ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. കേവലം ഒരു ദ്രാവകത്തിൽ നിന്നും രക്തക്കട്ടമാക്കിക്കൊണ്ട് ആ രക്തക്കട്ടത്തിൽ അസ്ഥി നൽകിക്കൊണ്ട് ആ അസ്ഥിയെ മാംസം കൊണ്ട് പൊതിഞ്ഞ് നല്ലൊരു രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കപ്പെടുന്ന രീതിയിൽ, സമൂഹത്തിൽ നിനക്ക് വിലമതിക്കുന്ന രീതിയിൽ ഒരു രൂപം നൽകി, കൈകാലുകൾ നൽകി, അവയവങ്ങൾ നൽകി, സമൂഹത്തിൽ ഒരു മനുഷ്യ രൂപത്തിൽ നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഷ്ഠ നൽകിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അതിൽ വലിയൊരു ആസൂത്രണമുണ്ട്. ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരുപാട് ലക്ഷ്യബോധമുണ്ട്. ഞാൻ നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ആ അത്ഭുത സൃഷ്ടി
സൃഷ്ടിപ്പിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഒന്നാമത്തെ ബലഹീനതയെ എടുത്തു പറയുന്നത്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ റൂമിൽ അല്ലാഹു പറയുന്നു, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ. മനുഷ്യനെ ബലഹീനതയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കരുതലോടെ, വളരെ ആദരവോടെ നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മെ ഒരു കുട്ടി എന്ന രീതിയിൽ പൂർണ്ണമായ മനുഷ്യരൂപം പ്രാപിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു മുമ്പുള്ള 9 മാസ കാലഘട്ടങ്ങൾ എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിലൂടെ നമ്മളെ കരുതലോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ജന്മം നൽകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഘട്ടം ഘട്ടമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ ഒരു ബലഹീനതയിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഒരു യൗവനം നൽകിയിരിക്കുകയാണ്. ആ ഒരു ബലഹീനതയിൽ നിന്നും നിങ്ങൾക്ക് നാം ഒരു യൗവനത്തെ നൽകിയിരിക്കുകയാണ്. ആ ബലഹീനതയിൽ നിന്നും നിങ്ങൾക്ക് ഞാൻ നൽകിയ ആ ഒരു യൗവനം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. ആ ഒരു യൗവനത്തെ നീ നിന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, നിന്റെ കരിയർ നന്നാക്കുന്നതിന് വേണ്ടി, നിന്റെ ബിസിനസ്സുകൾ ഡെവലപ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി, നിന്റെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റേതായ ഒരുപാട് ആഗ്രഹങ്ങളും നിന്റേതായ ഒരുപാട് സ്വപ്നങ്ങളും പൂർത്തിയാക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ നമുക്ക് ഒരു യൗവനം നൽകിയിരിക്കുകയാണ്. ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്നതിനല്ല, ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മികവ്. അവിടെയാണ് നാം കാണേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിന്നെ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന, നിന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന, നിന്നെ ഏതെല്ലാം രീതിയിൽ കളിയാക്കി താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബത്തിലുള്ളവർ, നിന്റെ സമുദായത്തിലുള്ളവർ, അവർക്കെല്ലാം നീ നിന്റെ പ്രവർത്തന കർമ്മങ്ങളിലൂടെ മറുപടി നൽകി ആ യൗവനത്തെ നീ മെച്ചപ്പെടുത്തി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നീ ചെലവഴിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുപാട് ഘട്ടങ്ങളും ഒരുപാട് നിയമങ്ങളും ഒരുപാട് കടമകളും ഒരുപാട് ഉത്തരവാദിത്ത ബോധങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യൗവനത്തെ പരിപോഷിച്ചു കൊണ്ടുപോകുന്നതിന് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നാം മനസ്സിലാക്കണം, കേവലം ഒരു കൊച്ചുകുട്ടിയിൽ നിന്നും വളർന്ന് ഒരു യുവാവായി അവസാന പ്രായമുള്ള ഒരു മനുഷ്യനിലേക്ക് കടന്ന് അവസാന മയ്യത്തായി നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വിടപറഞ്ഞു പോകുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അല്ലാഹു തആല നോക്കുന്നത് ആ ഒരു യൗവന കാലഘട്ടത്തിലാണ്. കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കടമകളൊന്നുമില്ല. പ്രായമായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കടമകളൊന്നുമില്ല. കുട്ടിയായിരിക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ സ്നേഹവും മാതാപിതാക്കളുടെ കരുതലുകളും നമുക്ക് വേണം. അതിലൂടെ നമ്മൾ അക്ഷരങ്ങൾ പഠിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് ഒരു മകനായി ഒരു മകളായി കൊച്ചുപ്രായത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ ഒരു കാലഘട്ടം, ഒരു പ്രായം കഴിയുമ്പോൾ ടീനേജറായി എത്തുമ്പോഴേക്കും സ്വന്തമായി കാര്യങ്ങൾ ഗണിക്കാനുള്ള ബോധം നൽകുകയാണ്. സ്വന്തമായി നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു. പല മാതാപിതാക്കളും വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ ഞാൻ പറയുന്നതിനപ്പുറമായി ഒന്നും ചെയ്യൂല എന്ന് വിശ്വസിച്ചിരുന്ന നമ്മുടെ മാതാപിതാക്കൾ ഇന്ന് കരയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ യൗവനം എന്ന് പറയുന്നത്, ഈ ടീനേജ് പ്രായത്തിന് ശേഷമുള്ള പ്രായപരിധി എന്ന് പറയുന്നത് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രവണത നമ്മിലേക്ക് എത്തുന്നുണ്ട് എന്ന ഒരു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മറ്റുള്ളവർ നമ്മെ സ്നേഹിച്ചു. വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. അവിടെയെല്ലാം നമ്മൾ മറന്നു പോകുന്നത് അല്ലാഹു എന്ന യഥാർത്ഥ വിശ്വാസത്തിനെയാണ് നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് മക്കളുടെ നമ്മുടെ മാതാപിതാക്കളുടെ ഉപയോഗങ്ങൾ പോലും
വളരെ മോശപ്പെട്ട രീതിയിൽ സോഷ്യൽ മീഡിയ തരംഗമായി കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് നല്ലൊരു മാറ്റം വരുന്നത്? ഏത് സമയത്താണെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ഏത് രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് അവരെ അതേപോലെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ മക്കൾ. നമ്മൾ എവിടെയാണോ നമ്മുടെ മക്കൾക്ക് അവരുടെ ശരിയായ മാർഗത്തിൽ നിന്ന് ദിശാബോധം തെറ്റിപ്പോകുന്ന പ്രവർത്തനങ്ങൾ എന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് വീഴ്ചകൾ വന്നുപോയത് എന്ന് ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട, മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സമയത്തിലൂടെയാണ് ഞാൻ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചിലർ അല്ലാഹു നൽകിയ ഈ യൗവനത്തിൽ മാനസികമായ പ്രയാസങ്ങൾ വരുമ്പോൾ തിരഞ്ഞെടുക്കുന്ന ഒരു സൊല്യൂഷനാണ് മദ്യപാനം. മറ്റൊരു വിഭാഗം ഈ ഒരു യൗവനത്തിന്റെ മാനസിക സന്തോഷത്തിന് വേണ്ടി എടുക്കുന്ന പരിഹാരമാണ് മയക്കുമരുന്നുകൾ. എന്നാൽ വേറൊരു മൂന്നാമതായ ഒരു വിഭാഗമുണ്ട്. പാവപ്പെട്ടവരാണെങ്കിലും പണക്കാരനാണെങ്കിലും കടം കയറി അവസാനം താളം കെട്ടി നിൽക്കുന്ന സമയത്ത് പരിഹാര മാർഗമായി എടുക്കുന്നതാണ് ആത്മഹത്യ. ഈ മൂന്ന് പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല യൗവനത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് സംഭവിക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ നമുക്ക് ആർക്കും ഒരു ഗുണവും സംഭവിക്കുന്നില്ല, ദോഷമില്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. നശിച്ചു പോകുന്ന നമ്മുടെ ബുദ്ധി തകർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ശരീരം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ന വ്യക്തി അതിലൂടെ തകർന്നു പോകുന്നതിലപ്പുറമായി എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മാതാപിതാക്കളുടെ ഹൃദയം തകർന്നു പോകുന്നു. എന്നെ ഭർത്താവായി കണ്ടിരിക്കുന്ന എന്റെ ഭാര്യയുടെ സ്നേഹം അവിടെ നിലച്ചു പോയിരിക്കുന്നു. ഒരു പിതാവെന്ന നിലയിൽ മക്കൾക്ക് നൽകേണ്ട സ്നേഹം എനിക്ക് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിലൂടെ എന്റെ മക്കൾ എന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഈ സഞ്ചാരമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഈ സമയം ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം. അല്ലാഹു തആല പറയുന്നു, ഒരു സമുദായത്തിന്റെ മാറ്റം അവർ ചിന്തിക്കുന്നതല്ലാതെ അല്ലാഹുവിന് ഒരു മാറ്റവും വരുത്താൻ പറ്റുകയില്ല. നമ്മൾ സ്വയം മാറണമെന്ന് ചിന്തിക്കലല്ലാതെ പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന ഒരു യഥാർത്ഥ ലക്ഷ്യബോധം വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ അവിടെ മനസ്സിലാക്കണം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ടുകൊണ്ട് ജീവിതം മോശമാക്കി കളയേണ്ടതല്ല നമ്മുടെ ഈ യൗവനം എന്ന് പറയുന്നത്. ചരിത്രത്തിലേക്ക് നമുക്ക് നോക്കാം. മഹാനായ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഖാറൂൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സമ്പത്ത് കൊണ്ട്, കെട്ടിടങ്ങൾ കൊണ്ട്, അധികാരം കൊണ്ട്, സൗന്ദര്യം കൊണ്ട് വലിപ്പത്തിൽ നിന്നിരുന്ന ഖാറൂൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഖാറൂനോട് പറയുന്നു, ഖാറൂൻ, നിന്നെ ഈ സമ്പത്ത് കൊണ്ട്, ഈ സൗന്ദര്യം കൊണ്ട് നീ ഒരിക്കലും അഹങ്കരിക്കരുത്, ഇതെല്ലാം നിനക്ക് അല്ലാഹു തന്നതാണെന്ന് പറയുമ്പോൾ ഖാറൂൻ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് പറയുന്നു, എന്റെ ശക്തി കൊണ്ട്, എന്റെ സൗന്ദര്യം കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം നേടിയെടുത്തതെന്ന് അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി പിളർന്നുകൊണ്ട് ഖാറൂനെ എന്നല്ല അവന്റെ കെട്ടിടങ്ങളും അവന്റെ സമ്പത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലൂടെ തന്നെ നശിപ്പിച്ചു എന്ന ചരിത്രം വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, എന്നാൽ മറുഭാഗത്ത് നമുക്ക് നോക്കാം, നാട്ടുകാരും രാജാക്കന്മാരും മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും തിന്മകൾക്കുമായി അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് തിന്മകൾക്ക് സന്ധിയിലാവുന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഒരു വിഭാഗം ചെറുപ്പക്കാരും ഗുഹയിലേക്ക് താമസിച്ചിരുന്ന ചരിത്രം വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വേണമെങ്കിൽ അവർക്ക് ആ തിന്മയോടൊപ്പം കൂടാം, വേണമെങ്കിൽ അവർക്ക് ആ അനാചാരങ്ങൾക്കൊപ്പം കൂടാം, വേണമെങ്കിൽ അവരുടെ അധികാരങ്ങളും അവരുടെ സമ്പത്തും കൊണ്ട് അവർക്ക് അഹങ്കരിച്ച് നടക്കാം. എന്നാൽ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം സിദ്നാഹും ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയ, അല്ലാഹുവിനെ സ്നേഹിച്ച ഒരു വിഭാഗം ചെറുപ്പക്കാരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും ചെറുപ്പക്കാരാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന രണ്ട് വഴികളുണ്ട്. ഒന്ന്, കാറൂനെ പോലെ ആഗ്രഹിച്ച് തെമ്മാടിയായി ജീവിച്ച് അവസാനം അല്ലാഹുവിന്റെ അദാബിൽ നശിച്ചു പോകാം. അല്ലെങ്കിൽ അനാചാരങ്ങൾ നടക്കുമ്പോൾ, തിന്മകൾ വളർന്നു വരുമ്പോൾ, അഹങ്കരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും പോലും റബ്ബിനെ അത് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈമാനിന്റെ ഒരു അംശമെങ്കിലും ഹൃദയത്തിലുണ്ടായി ആ തിന്മകളിലും ലഹരിയിലും മയക്കുമരുന്നിലും എല്ലാത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ചെറുപ്പക്കാരിലേക്ക് നമുക്ക് മടങ്ങാം. വിശുദ്ധമായ ഖുർആൻ സൂറത്തിൽ പലത് നമുക്കറിയാം. അല്ലാഹു തആല പറയുന്നു, അലം നജ്മൽ ലഹു ഐനൈൻ, നിനക്ക് രണ്ട് കണ്ണുകൾ ഞാൻ നൽകി, വൽസാന വശഫതൈൻ, നിനക്ക് രണ്ട് ചുണ്ടുകൾ ഞാൻ നൽകി, വഹദൈനാഹു നജ്ദൈൻ, നിനക്ക് രണ്ട് വഴികൾ ഞാൻ നൽകി, നന്മയിലേക്കുള്ള വഴി, തിന്മയിലേക്കുള്ള വഴി. ഈ രണ്ട് വഴികളും ഞാൻ നിനക്ക് നൽകിയ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വഴികൾ അല്ലാഹു തആല നമുക്ക് വേർതിരിച്ചു തന്നിരിക്കുന്നു. പക്ഷേ ഇതിൽ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് ചിന്തിക്കേണ്ടത് ഞാനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. പ്രിയപ്പെട്ടവരെ, അതേ സൂറത്തിന്റെ അവസാനമായി വിശുദ്ധമായ ഖുർആനിൽ രണ്ട് ആയത്തുകൾ പറയുന്നു. നമുക്ക് ഇവിടെ ഇടതുപക്ഷവും അറിയാം, വലതുപക്ഷവും അറിയാം. രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷവും രാഷ്ട്രീയത്തിലെ വലതുപക്ഷവും നമുക്കറിയാം. പക്ഷേ വിശുദ്ധമായ ഖുർആൻ ഒരു വലതുപക്ഷക്കാരെയും ഒരു ഇടതുപക്ഷക്കാരെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തിൽ പലതുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തിൽ പലതുണ്ട് പരിശോധിക്കുകയാണെങ്കിൽ അല്ലാഹു തആല പറയുകയാണ്, ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിലേക്ക് വിശ്വസിച്ച് ക്ഷമ കൈവരിച്ച് പരസ്പരം കരുണ കാണിക്കുന്ന ഒരു വിഭാഗം, ആ വിഭാഗമാണ് വലതുപക്ഷക്കാർ. അവർ നേടിയെടുക്കുന്നത് അവരുടെ ദുനിയാവിന്റെ ജീവിതത്തിൽ യൗവനങ്ങളെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് റബ്ബിന്റെ മുന്നിൽ ഹിസാബുണ്ടെന്ന ചിന്ത അവരുടെ ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ അവർ ആ നേരായ പാതയിലൂടെ വലതുപക്ഷക്കാരായി കടന്നുപോയി സ്വർഗത്തിലേക്ക് കടക്കണം. എന്നാൽ അതേ ഖുർആൻ തന്നെ രണ്ടാമതായി ആ ആയത്തിനോട് ചേർത്ത് പറയുകയാണ്, വല്ലദീന കഫറൂ ബിആയാതിനാ ഹും അസ്ഹാബുൽ മശ്അമ. അല്ലാഹുവിന്റെ വിധികളെ മാറ്റി നിർത്തിക്കൊണ്ട് റബ്ബിന്റെ എല്ലാ വിശ്വാസങ്ങളെയും റബ്ബിന്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് മദ്യത്തെയും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് തിന്മകൾ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷക്കാരുണ്ട്. അവരോ കടന്നു പോകുന്നത് അല്ലാഹുവിന്റെ വേദനാജനകമായ നരകത്തിലേക്കാണെന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ ചിന്തിക്കണം, ഇതിൽ ഏത് പക്ഷക്കാർ ഞങ്ങളാകണം, ഇതിൽ ഏത് പക്ഷം പിടിക്കണം? അല്ലാഹു പറഞ്ഞ വലതുപക്ഷത്തേക്ക് പോകണോ, അതല്ല ശൈത്താന്റെ പ്രവണതകൾക്ക് പിൻപറ്റി അല്ലാഹു അദാബുകൾ നൽകുമെന്ന് പറഞ്ഞ ഇടതുപക്ഷത്തോട് നമ്മൾ ചായണമോ? ഇവിടെയാണ് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയുന്നു, ഈ യുവാക്കളുടെ ഒരു ക്വാളിഫിക്കേഷനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അർശിന്റെ തണൽ നൽകുന്നവരിൽ ഒരു വിഭാഗമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ഒരു ഇമാമിനെ കുറിച്ചാണ്. വശാബുൻ നസ്ന ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് അവന്റെ യൗവനം നന്മയിലേക്ക് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരനും അല്ലാഹുവിന്റെ അർശിന്റെ തണൽ നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നിങ്ങൾ എല്ലാ നന്മകളും ചെയ്യണമെന്ന് അല്ലാഹു കൽപ്പിക്കുന്നില്ല. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റോ, എന്തെല്ലാം നന്മകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആ നന്മകളെല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് അല്ലാഹു കൽപ്പിക്കുന്നില്ല. നിങ്ങളുടെ ശരീരത്തിന് കഴിയുന്ന, നിങ്ങളെ കൊണ്ട് കഴിയുന്ന, നിങ്ങളെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കഴിയുന്ന അമലുകൾ നന്മകൾ മാത്രം ചെയ്യണമെന്നാണ് അല്ലാഹു കൽപ്പിക്കുന്നത്. പക്ഷേ നിർബന്ധമായ ഇബാദത്തുകൾക്ക് മുടക്കം വരുത്താതെ നിങ്ങൾ നന്മകൾ ചെയ്യണമെന്ന് അല്ലാഹു കൽപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു,
നിങ്ങൾ തിന്മകളൊന്നും ചെയ്യാൻ പാടില്ല. വലുതാകട്ടെ ചെറുതാകട്ടെ ഒരു തിന്മകളും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് കർക്കശമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അതിൽ നിന്നും മാറി നിൽക്കുവാൻ, തെറ്റ് കാണുമ്പോൾ അത് തിരുത്തി കൊടുക്കുവാൻ, ആ തെറ്റുകൾക്കെതിരെ ശ്രദ്ധിക്കുവാൻ ഒരു യുവതലമുറകളായി നമ്മുടെ യുവാക്കൾ ജീവിക്കണമെന്ന് ഈ ഒരു സുദിനത്തിൽ ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെയാണ് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ചയാണ് നമ്മുടെ ഇലക്ഷൻ. പുതിയ നിലവിലെ ജമാഅത്ത് പരിപാലനത്തിന്റെ കാലാവധി കഴിയുകയും അടുത്ത ഇലക്ഷൻ, ഈ വരുന്ന ഇലക്ഷനിലൂടെ ഒരു നല്ലൊരു അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കുന്നതിനുള്ള പരിപാലകരെ തിരഞ്ഞെടുക്കേണ്ട ദിവസമായി ഒരു അമാനത്തായി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ആ ഒരു സ്ഥാനമാനങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നോ, അതല്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് തൃപ്തികരമല്ല, നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾ ചെയ്യുമെന്ന് ആ രീതിയിലും അല്ല അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടത്. അധികാരങ്ങൾ എന്ന് പറയുന്നത്, പദവികൾ എന്ന് പറയുന്നത്, ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നതിനോ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ചെയ്യേണ്ടതല്ല. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിലൂടെ എടുത്തു പറഞ്ഞതാണ്, ഇന്നമാ യഅമുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅഖാമ الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടത് ആരാണ്? വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തന്നെ പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിനെ വിശ്വസിക്കുന്ന, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന, നമസ്കാരം നിർവഹിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന അങ്ങനെയുള്ള മനുഷ്യരാണ് അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടതെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല എടുത്തു പറയുമ്പോൾ കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. പ്രിയപ്പെട്ടവരെ, വ്യക്തിഹത്യ ചെയ്യുന്നതിനോ മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനോ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. അല്ലാഹുവിന്റെ പള്ളി അത് എന്റെ നിങ്ങളുടെ പള്ളിയാണ്, ഈ സമുദായത്തിന്റെ പള്ളിയാണ്. ഈ നാട്ടിലുള്ളതല്ല, ഏത് നാട്ടിലെ ഏത് രാജ്യത്തിലെ മനുഷ്യന്റെ ഒരു പള്ളിയുടെ മുന്നിലേക്ക് കടന്നു പോയാലും അല്ലാഹുവിന്റെ വിധാനം കേട്ടാലും ആ പള്ളിയിലേക്ക് കടന്നു വരേണ്ടത് ഓരോ മുസ്ലിമിനെയും കടമയാണ്. അല്ലാതെ പള്ളി എന്തിനാണെന്നുള്ള ഒരു ചിന്ത ആർക്കും കടന്നുകൂടാൻ പാടില്ല. അതുപോലെ തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഈ ഒരു അർശിന്റെ തണൽ ലഭിക്കുന്ന ആ ഒരു വിഭാഗം പള്ളിയുമായി ബന്ധപ്പെട്ടവരാണ്. പള്ളിയുമായി ബന്ധപ്പെട്ടവർക്ക് അവർക്ക് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് വിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഇബാദത്തുകൾ ചെയ്തു ഒരു നല്ലൊരു രീതിയിൽ ജീവിതം മെച്ചപ്പെടുത്താൻ, നമ്മുടെ നാട് നന്നാവണം, നമ്മുടെ ജീവിതം നന്നാവണം, നമ്മുടെ എല്ലാ ബിസിനസ്സുകളും നല്ല രീതിയിൽ വളർന്നു പോകണം, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ നമ്മുടെ വ്യക്തി സ്വഭാവം നന്നാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. معشر المسلمين رحمكم الله، الجمعة حج الفقراء والمساكين وعيد المؤمنين. الخطبة تقوم مقام ركعتين من الفرض إذا صعد الخطيب على المنبر فلا يتكلمن أحد، ومن تكلم فقد لغى، ومن لغى فلا جمعة له. استمعوا يغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته. الله أكبر الله
أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على